കൻഹ കാസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഹാർട്ട്ഫുൾനെസ് ട്രെയിനറായ ബ്രദർ പ്രമോദ് സി കെ ആണ്. പ്രമോദേട്ട, വെൽക്കം ടു കൻഹ കാസ്റ്റ്. താങ്ക് യു. പ്രമോദേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 23 ഇയേഴ്സായി സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു. എന്തായിരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരാനുണ്ടായ പ്രചോദനം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു 3-4 വർഷത്തെ പ്രവാസി ജീവിതമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് 24-25 ഇയേഴ്സ്. അപ്പോൾ കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ജൂനിയർ പിള്ളേരുണ്ട്. ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ടേംസ് ആയിരുന്നു. അന്ന് നാഷണൽ സർവീസ് സ്കീമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഈ NSSലുള്ള നമ്മുടെ ജൂനിയർ കുട്ടികളാണ് പറഞ്ഞ്, പ്രൊമോട്ട, ഞങ്ങൾ ഇങ്ങനെ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ പരിപാടിയുണ്ട്, ചെറുപ്പക്കാർക്ക് പറ്റിയൊരു സിസ്റ്റമാണ്, അടിപൊളിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, പ്രൊമോട്ടിനും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരൊക്കെ ഇത്രയും ത്രില്ലോടി യങ്സ്റ്റേഴ്സ് അല്ലേ, അത് ഇത്രയും ത്രില്ലോടി പറയുമ്പോൾ അതിൽ സംതിങ് അതിനകത്തുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെന്ന് ഒന്ന് നോക്കാം, ഇവന്മാർ പറയുന്നതല്ലേ, ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി ചേർന്നാണ്. ചേർന്ന് കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമായി, സംതിങ് സ്പെഷ്യൽ. ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ, അതായത് ഏകദേശം 23 ഇയേഴ്സായി എന്ന് പറയണല്ലോ, ഇപ്പോൾ നോക്കുമ്പോൾ അന്നത്തെ അതിൽ നിന്ന് എന്താണ് വ്യത്യാസമായിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ അന്ന് ജോയിൻ ചെയ്ത സമയത്തേക്കാളും എന്തെങ്കിലും ഇപ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ടോ? അതല്ല എങ്കിൽ ആ ഒരു യങ്ങർ ഏജിൽ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ, യങ്സ്റ്റേഴ്സിനോടാണ് ശരിക്കും പറയേണ്ടത് നമ്മൾ ആക്ച്വലി. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നെക്കാളും കുറേ കൂടെ ജൂനിയർ ആയിട്ടുള്ള പിള്ളേരാണ് ചേർന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം യൂത്തിനെ എൻകറേജ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന എന്തോ ഒരു സാധനം ഉണ്ടാവണമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ചേർന്ന, അല്ലാണ്ട് നമുക്കിതിൻ്റെ ഡബ്സും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ചേർന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് നന്നായിട്ട് അറിയണം എന്നുള്ളൊരു താല്പര്യം പണ്ട് മുതലുള്ള, അത് നാഷണൽ സർവീസ് സ്കീമിൽ നിന്ന് കിട്ടിയാണത്. അപ്പോൾ നമ്മൾ അത് സ്റ്റഡീസിൽ പോയി, ഇതെന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടി പോയി. അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴാണ് ഈ യങ്സ്റ്റേഴ്സിന് ഈ ഒരു സിസ്റ്റം കൊടുക്കുന്ന മോട്ടിവേഷൻ ഭയങ്കര. പിള്ളേരിപ്പം പഠിക്കുന്ന സ്ഥലത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ട ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ്, എന്നോട് പറഞ്ഞ പിള്ളേരോട് അമ്മമാർ ഭയങ്കര, ഞാൻ നേരത്തെ കണ്ടതിനേക്കാളും ഭയങ്കര ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ബേസിക് ട്രെയിനിങ് തന്നെ പിള്ളേരുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആണ് എന്ന് അറിയാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഹാർട്ട്ഫുൾനെസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മെഡിറ്റേഷനൊക്കെ ഒരു ടൂളാണ്. മെഡിറ്റേഷൻ അങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ട്. സയൻറ്റിഫിക്കലായിട്ട് പ്രൂവണായ ഒരുപാട് സിസ്റ്റംസിൻ്റെ ഒരു കൊളാബറേഷനാണ് ആക്ച്വലി ശരിക്കും ഹാർട്ട്ഫുൾനെസ്. സോ കോൺഫിഡൻസ് ലെവൽ സൂപ്പറായിരിക്കും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു ഇന്നർ ഗൈഡൻസ് കിട്ടുമെന്ന് എപ്പോഴും പറയും. അപ്പം ഞാനിത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ട്രെയിനർ, അന്നൊരു ട്രെയിനർ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞിങ്ങനെ, നമുക്ക് ഇന്നർ ആരോ ഗൈഡ് ചെയ്യുന്ന മതി, നമുക്ക് എപ്പോഴും ഉണ്ടാവും ഒരു ഇന്നർ ഗൈഡൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമല്ല, നമുക്കറിയില്ല നമ്മുടെ ഇന്നറിന് എങ്ങനെ ഗൈഡൻസ് വരും, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ ഗൈഡ് ചെയ്യുക എന്നൊക്കെയാണ് അന്നത്തെ ഒരു വിചാരം. അങ്ങനെ ഞാൻ ആളോട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞ്, ഇപ്പം നമുക്കൊന്ന് ട്രെയിനിങ് സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമുക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കാം കുറച്ച് നേരം, എന്നിട്ട് ഈ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളെ ഫോക്കസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് കണ്ണടയ്ക്കണേ, എന്നിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിനിങ് ഉണ്ട്. ഞാൻ അതിൻ്റെ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലോട്ട് നോക്കി ഇരിക്കുന്നൊരു മൊമെൻറ്റിൽ ഞാൻ ഇതൊരു ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, ഓൾമോസ്റ്റ് 16 ചോദ്യം ഞാൻ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആരോ പറയുന്ന മാതിരി എനിക്ക് തോന്നലുണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പതുക്കെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണല്ലോ, നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കിയാവേ, അപ്പോൾ ആളൊന്നും പറയുന്നില്ല, ആളെ ചുണ്ടൊന്നും അനങ്ങണില്ല. അപ്പോൾ എനിക്കൊരു സംശയം. അന്ന് എൻ്റെ മനസ്സിലുണ്ടായ തോന്നലെന്താണെന്നറിയോ, നമുക്ക് നോർമലി അറിയാൻ മേത്തൊരു ടെക്നിക്ക് ഈ മനുഷ്യനറിയാം. കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വെർബലി അല്ലാണ്ട് ആളൊരു ഉത്തരം പറയാം. അപ്പോൾ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഈ ലോകത്തിലുണ്ട് എന്ന് വിചാരിച്ചാൽ ആൾ എന്നോട് സംസാരിക്കണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് മിഷനിൽ അതിനകത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ശരിക്കും നമ്മുടെ ഇന്നർ വോയിസാണ് നമ്മളോട് സംസാരിക്കുന്നത്. സോ അപ്പോൾ ഫ്രം ദ വെരി ബിഗിനിങ്ങിൽ നമ്മുടെ ഇന്നർ എന്ന ഒരു ഗൈഡൻസ്, നമുക്കുള്ള സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ എന്നാൽ പിന്നെ ഈ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൂ, എവിടം വരെ ഇതിനകത്തുണ്ട്, എത്രത്തോളം ഡെപ്ത് ഉണ്ട് എന്നറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഫുൾ ആക്റ്റീവാണ്. ദാറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട്. ഇന്നർ ഗൈഡൻസ് ആണ് എൻ്റെ ക്രക്സ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാക്ടീഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഇപ്പോൾ ഒരു 2 ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സോണൽ കോർഡിനേറ്റർ ആയിട്ടാണ് താങ്കൾ നിൽക്കുന്നത്. അപ്പോൾ
എന്തായിരുന്നു ആ ജേർണി? അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ നിന്ന് ഒരു സോണൽ കോർഡിനേറ്ററിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ഒരു 23 ഇയേഴ്സിന്റെ സാധന, അതിലുണ്ടായ ഒരു മാറ്റം എന്താണ്? അത് എൻ്റെ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ചേർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപാട് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ മൊത്തമുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമുള്ള കുറേ ആൾക്കാർ നമ്മളിവിടെ നല്ല ടേംസിൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അനുഭവങ്ങൾ ഏതാണ്ട് ഒരുപോലെ ഗ്രേറ്റ് എന്ന് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. സോ ഇതെങ്ങനെ ഗ്രേറ്റ് ആവണമെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരുപാട് തരം ടൂൾസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൂൾസ്, ഒരുപാട് ടൈപ്പ് ഓഫ് ട്രെയിനിങ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിങ് മാത്രമല്ല, ഇപ്പം ഹയർ IAS ഓഫീസേഴ്സ്, IFS ഓഫീസേഴ്സ്, IRS ഓഫീസേഴ്സ്, പിന്നെ റോയൽ മെമ്പേഴ്സ്, പിന്നെ അഗ്രികൾച്ചർ ഫീൽഡിലുള്ള വലിയ വലിയ ആൾക്കാർ, വർക്കേഴ്സ്, അങ്ങനെ എല്ലാ ഫീൽഡിലും വ്യക്തിബുദ്ധി പതിപ്പിച്ച കുറേ ടൈപ്പ് ഓഫ് ആൾക്കാർ ഹാർട്ട്ഫുൾനെസ്സിലുണ്ട്. വ്യക്തിബുദ്ധി പതിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇങ്ങനെ ഹയർ പൊട്ടൻഷ്യൽസ് ഉള്ള അവരവരുടെ ഫീൽഡിൽ തിളങ്ങുന്ന ആൾക്കാർ, അതിൽ തന്നെ ഈ സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് വിചാരിച്ച് ഈ വോളണ്ടറി മൈൻഡ് ഉള്ള ടീമുണ്ട്. അത്തരം ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ശരിക്കും ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, നമ്മളിതിനകത്ത് ചെന്ന് ചേരുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ പോകണം, ഇല്ലെങ്കിൽ ചെറിയൊരു ഗ്യാതറിങ് നമ്മൾ 3-4 ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നതും നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഈ ഹയർ ഓഫീഷ്യൽസൊക്കെ ആയിട്ടാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയില്ല ഇവർ ഹയർ ഓഫീഷ്യൽസ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നെ വരുമ്പോഴാണ് അപ്പോൾ ചിലരിന്ന് തമാശകൾ പറയണു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ചേർന്ന ആദ്യം കുറച്ച് കാലമായപ്പോഴാണ് ഞങ്ങൾ തിരുപ്പൂരിൽ നിന്നൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ 4-5 പേര് ഇങ്ങനെ വട്ടം വളഞ്ഞിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞു. ഒരാൾ ഭയങ്കര തമാശയുടെ തമാശ. അയാൾ കുറേ നേരം തമാശകളൊക്കെ പറഞ്ഞ് ആൾക്കൊരു ഫോൺ വന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്തിരുന്ന ആൾ പറഞ്ഞത്, ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ റോയിൽ നിന്ന് റിട്ടയർ ആയ ഒരാളാണ്. അതിൻ്റെ ഡയറക്ടർ കഴിഞ്ഞാൽ നെക്സ്റ്റ് പൊസിഷനിലുള്ള ആളാണ്. അവിടുന്ന് റിട്ടയർ ആവുന്ന ആളായിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം തമാശ പറഞ്ഞിട്ടുണ്ട്. ഈ അങ്കിളിനെ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ആൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ചും രാജ്യത്തിനെക്കുറിച്ചും അതിൻ്റെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ഇതുപോലെ ഈ ഹയർ എഫിഷ്യൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇവരൊക്കെ ആയിട്ടുള്ള നമുക്കൊന്ന് ക്ലബ് ആവാനുള്ള അവസരമാണ് ഇതിനകത്ത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി. അതിൻ്റെ മോനെയൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോഴും എൻ്റെ മനസ്സിലൊരു സന്തോഷം എന്ന് വെച്ചാൽ അവന് ഭയങ്കര എക്സ്പോഷർ കിട്ടുക. നമ്മൾ ഏതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിന് കുട്ടികളെ വിട്ടുമെന്ന് വെച്ചോളൂ, അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം അവർ ട്രെയിൻ ചെയ്തിട്ട് വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ എല്ലാ ഫീൽഡിലും കപ്പാസിറ്റി ഉള്ള ആൾക്കാരിനകത്തുള്ളതുകൊണ്ട് അവർ നമ്മളെ അറിയാണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില പിള്ളേർ എവിടെയെങ്കിലും ഒരു ഡെസ്പായിട്ടിരിക്കുന്നു, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു, അപ്പോൾ ഇതിലെത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ പല ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ഈ കുട്ടിയോട് അത് സംസാരിച്ച് ഞാൻ നേരിട്ട് കണ്ടാണ് ഇത് സംസാരിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവൻ്റെ ഡിപ്രഷൻ മൂടൊക്കെ മാറി ഇവൻ മറ്റു പിള്ളേരുടെ അടിച്ചു പൊളിച്ച് കളിക്കുക. അപ്പം നമ്മളറിയാണ്ട് നമ്മളെ ഒബ്സർവ് ചെയ്യാനും എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ നമുക്ക് അറൗണ്ടിലുണ്ട്. നമുക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ ഭയങ്കര, ഇത് നമ്മുടെ കുട്ടികൾക്കും കിട്ടും. അതുകൊണ്ടാണ് ഒരു യങ് ഏജിൽ ഇതിനകത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ തന്നെ മാറും. കാരണം നമ്മളൊരു കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് മാത്രം ജനിച്ച് വളർത്തുന്ന ആൾക്കാർക്ക് നമുക്ക് പുറം ലോകത്തെക്കുറിച്ച് കിട്ടാവുന്ന ഐഡിയാസ് വളരെ ചുരുക്കമാണ്. നമ്മുടെ റിലേറ്റീവ്സ് ഏതൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർ എവിടെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതങ്ങനെ ഒരു ഓൾ ഇന്ത്യ ബേസിലോ ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ സ്ഥിരം കാണുകയും അവരായിട്ട് ഭയങ്കര ബന്ധം സ്ഥാപിക്കാനൊക്കെ ഉള്ളൊരു എക്സ്പോഷർ കിട്ടും. ഇറ്റ് സംതിങ് ഗ്രേറ്റ്. ആ എക്സ്പോഷർ നമ്മുടെ തന്നെ തോട്ട്സ് വേവ്സ് ഒരുപാട് മാറ്റി, തിങ്കിങ് മാറ്റി. ഈ ലോകത്തിലുള്ള ഒരുപാട് ജോബുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാണ്. അങ്ങനെ ഇറ്റ്സ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. ചെറിയ എക്സ്പീരിയൻസ് അല്ല, വലിയ എക്സ്പീരിയൻസ്. സോ അതിൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതായത് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ധ്യാനം മാത്രം പഠിപ്പിക്കുന്ന സിസ്റ്റം അല്ല, ഒരു ജീവിത രീതിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ജീവിത രീതിയാണ് ശരിക്കും. അത് ധ്യാനം പഠിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ധ്യാനം ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്പീച്ചിന് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അവർ ട്രെയിനിങ് കിട്ടിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് തരും. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ പിള്ളേരെ ഒരു സ്പീച്ച് പഠിപ്പിക്കുമ്പോഴുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം. ഇവിടെ അങ്ങനല്ല. ഹാർട്ട്ഫുൾനെസ്സിൽ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ മേഖലയിലും ഉള്ള വലിയ വലിയ ടീംസ്, അതിൽ തന്നെ ഈ വോളണ്ടറി മൂഡുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ടത്. അതുകൊണ്ട് അവരെപ്പോഴും സർവീസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആർക്ക് എന്താണ് ആവശ്യം, ഇപ്പോൾ പ്രമോദിന് എന്താണ് പോരായ്മയെന്ന് ആർക്കും തോന്നുകയാണെങ്കിൽ ആ പോരായ്മ മാറ്റാനുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ പോലും അറിയില്ല അവരാരാണെന്ന്. പക്ഷേ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അവരൊന്നും നമ്മുടെ
നമ്മൾ ഇഷ്യൂസ് മാറ്റിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പ്രൊമോഷനാണ് വേണ്ടത്, അവർ വരുന്നു, നമ്മളത് പ്രൊമോട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് അറിഞ്ഞത് ഇതിനകത്തുള്ള അരക്കുകയാണ്. അങ്ങനെ എനിക്ക് വേദികൾ തരികയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് തരികയൊക്കെ ചെയ്തത് ഇതെല്ലാം ഫ്രീ ട്രെയിനിങ് ആയിരുന്നു. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു ബഹളമാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ സ്കില്ലും ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നതിന് മുന്നേ നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളെ മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്തെടുക്കും. ഇത് ശരിക്കും യങ്സ്റ്റേഴ്സിന് വളരെ ആവശ്യമാണ്. ശരിക്കും 15 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മൾ പിള്ളേരെ ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് വിടുകയാണെങ്കിൽ അവർ കാണാത്ത പുതിയ മേഖലകൾ കാണുകയും അതിലേക്ക് എത്തിപ്പറ്റണമെന്നൊരു താല്പര്യം കുട്ടികൾക്ക് വരികയും ചെയ്യും. ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ജൂനിയർ പിള്ളേർ, അവരുടെയൊക്കെ ആ മോട്ടിവേഷനാണ് എന്നെ ഇതിലോട്ട് എത്തിച്ചത്. അത് അവരൊക്കെ ആ രീതിയിൽ വളർന്നുപോയി ഒരുപാട് ഹയർ ലെവൽസ് എത്തുമ്പോൾ നമുക്കും സന്തോഷം. നമ്മുടെ പിള്ളേരാണല്ലോ നമ്മളിതിൽ കൊണ്ടുവന്ന് വിചാരിച്ച് നമുക്കൊരു സന്തോഷം. സോ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ. അതായത് സിമ്പിളായിട്ടും നാച്ചുറലായിട്ടും ഒരാളിലെ ഇന്നർ പൊട്ടൻഷ്യലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഹാർട്ട്ഫുൾനെസ്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ എന്താണ് പൊട്ടൻഷ്യൽ, എത്രത്തോളം അവൻ എത്താൻ പറ്റുമോ അതിൻ്റെ മാക്സിമത്തിൽ അയാൾ എത്തിക്കും. അതിന് വേണ്ടി മാത്രമുള്ള ട്രെയിനിങ്ങില്ല പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടമായതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പറ്റുമോ അതെല്ലാം എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പോലും വിചാരിക്കാത്ത ലെവലിൽ എൻ്റെ തോട്ട് വേഴ്സ് പോകും. പല തലത്തിലുള്ള തിങ്കിങ്സ്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഫിസിക്സ് എനിക്കത്ര ഇഷ്ടമായിരുന്നില്ല, സയൻസ് സബ്ജക്ട്സിനോട് വലിയ ഇഷ്ടമായിരുന്നില്ല എനിക്ക്. പക്ഷേ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം. ഒരുപാട് അതിനകത്ത് തന്നെ ഒരു റിസർച്ച് മൂഡിൽ നമ്മൾ വായിക്കുന്നു, പറയുന്നു. ഇതിനകത്തുള്ള ആൾക്കാർ, നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതറിയാൻ നമുക്കൊരു താല്പര്യമാണ്. അങ്ങനെ നമ്മുടെ എന്തൂസിയാസം ഒരുപാട് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഏത് മേഖലയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മാത്രം ഞാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ ക്വാണ്ടം ഫിസിക്സിൻ്റെ സബ്ജക്റ്റ് ചിലപ്പോൾ കേൾക്ക് പോലും ഇല്ല. പക്ഷെ ഇന്ന് വേണമെങ്കിൽ ഒരു ബുക്ക് എഴുതാൻ എനിക്ക് അതെല്ലാം കിട്ടിയതിനകത്ത് നിന്നാണ്. കാരണം ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് നമ്മൾ ഇടപെടുന്നത് പറയാൻ പറ്റില്ല. സംതിങ് ഗ്രേറ്റ്. ഇന്നവേ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരു പ്രേക്ഷകരുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, നമ്മുടെ കുട്ടികളെ, യങ്സ്റ്റേഴ്സിനെ യങ്ങർ ഏജിൽ തന്നെ ഇതുപോലുള്ള ഒരു ഗ്രേറ്റ് എക്സ്പോഷറിന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പാരൻസ്. ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ വിഷയങ്ങൾ മാത്രം കണ്ട് ജീവിക്കുന്ന കുട്ടികളെ വലിയൊരു ലോകത്തേക്ക് വിട്ടുകൊടുക്കും. അതും നല്ല കുറേ ആൾക്കാരുടെ ഗുഡ് തിങ്കിങ് ഉള്ള, സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ നമ്മുടെ പിള്ളേരെ വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ കരിയറെ മാറിപ്പോകും, അവരുടെ തോട്ട് പാറ്റേൺസ് മാറിപ്പോകും. സോ അത് പലപ്പോഴും പല വേദികളും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംതിങ് ഗ്രേറ്റ്. അതായത് നമ്മളുടെ ബേസിക് വാല്യൂസ് അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നമ്മളിലെ പൊട്ടൻഷ്യലിനെ ഉണർത്താൻ പറ്റുന്നത്. അതായത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഹാർട്ട്ഫുൾനെസ് എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് ഒരു ബാലൻസിങ് ഓഫ് ലൈഫാണ്. അതായത് മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫും എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് നമ്മളിതിൽ പഠിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, യങ്സ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റിലാവും. അവരുടെ എഡ്യൂക്കേഷനിൽ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 25-28 ഇയേഴ്സിൽ തന്നെ ഒരു നല്ല ജോബ്, ആ ഒരു ഏജിൽ തന്നെ ഒരു മാരേജ്, അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു രീതിയിൽ പെട്ടെന്ന് സെറ്റിൽഡ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ ലൈഫിലേക്ക് കൂടുതൽ ഒബ്സർവ് ചെയ്യണമെങ്കിൽ കാണാം, ഒരു എല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്താനാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒന്നും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് അവരുടെ ലൈഫ് പോകുന്നതെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് എന്ത് പറഞ്ഞാലാണ്, അല്ലെങ്കിൽ ഇതൊരു സിസ്റ്റം അവർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ അവർക്ക് അവരുടെ ലൈഫിനെ കുറച്ചും കൂടി നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയാം. പറഞ്ഞല്ലേ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. കാരണം ഇതിനകത്ത് ബേസിക് ട്രെയിനിങ് തന്നെ ഇപ്പം നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കാം, ആ ഒരു ലൈഫ് സ്റ്റൈലിൽ തിരഞ്ഞെടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യണത് നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കുക. അല്ലാതെ ക്ലാസ്സിൽ കുത്തിരുത്തി പഠിപ്പിക്കുകയല്ല, അറിയാണ്ട് നമ്മൾ ലേൺ ചെയ്യണം. ആദ്യം തന്നെ കണ്ണടച്ചിട്ട് ദർ ഇസ് ഹൈ പൊട്ടൻഷ്യൽ വിതിൻ യു, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ, നിങ്ങൾ അതിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയിരിക്കുന്നത്. അതിന് മെഡിറ്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മെഡിറ്റേഷൻ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. അപ്പം കണ്ടിട്ട് നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ അത് നമുക്ക് അറിയാണ്ടൊരു കോൺഫിഡൻസ് കയറി വരും. നമ്മൾ ഒരുപാട് പിള്ളേരിൽ കണ്ടിട്ടുണ്ട്. ഈ കോൺഫിഡൻസ് വന്നു കഴിയുമ്പോണ്ടല്ലോ പിന്നെ നമുക്ക് എന്തും ചെയ്യാമെന്നായി. അപ്പോൾ ഇന്നലെ വരെ എനിക്ക് മനസ്സിലാവാഞ്ഞ ഒരു സബ്ജക്റ്റ് ഇപ്പം എൻ്റെ കോൺഫിഡൻസിൻ്റെ ലെവലിനെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങും. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ ഹയറായി കഴിയുമ്പോൾ
നമുക്ക് ഏത് മേഖലയും തിരഞ്ഞെടുക്കും. ഇന്നലെ വരെ നല്ലതാണ്, പക്ഷെ എന്നെ കൊണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന മേഖല പക്ഷേ എനിക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു ധൈര്യം എനിക്ക് വരും, ഇന്നർ കോൺഫിഡൻസ് വരും. ഓക്കെ. അപ്പോൾ ഈ എൻ്റെ ഇന്നറിൽ ഞാൻ കാണുന്നതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ തന്നെ ഒപ്പം അതിനുള്ള ട്രെയിനിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനോടൊപ്പം വേറൊരു ട്രെയിനിങ് ഉണ്ട്, ഗോൾ ഫിക്സ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്. എന്താണ് ഒരു ലൈഫിലൊരു ഗോൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഗോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ ഗോൾ ഫിക്സിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ലൈഫിൽ ഒരുപാട് ആസ്വദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും വിട്ടുപോവുകയും ചെയ്യരുത്. നമ്മൾ യങ്സ്റ്റർ എന്ന രീതിയിൽ എല്ലാം ആസ്വദിച്ച് ജീവിക്കുകയും വേണം, ലൈഫ് ആസ്വദിക്കുകയും വേണം. എന്നാൽ നമ്മുടെ ഗോളിൽ നമ്മുടെ ഫോക്കസ് വിട്ടുപോകരുത്. ഇതിലുള്ള ട്രെയിനിങ് നമുക്ക് ആദ്യമേ കിട്ടുന്നുണ്ട്, എൻ്റെ ബേസിക് ട്രെയിനിങ്സിലൊന്നാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മൂഡിൽ തന്നെ, ആ ഒരു ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ തുടങ്ങുന്ന കാലത്തിൽ തന്നെ നമുക്ക് ഗോൾ ഫിക്സ് ചെയ്യാൻ നമ്മൾ പഠിക്കും. നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഗോൾ തന്നെ കുറച്ചുകൂടെ ഹയർ ആയിരിക്കും, നമ്മൾ സാധാരണ ഉള്ളതായിരിക്കില്ല. അപ്പോൾ ഹയർ ഒരു ഗോൾ ഫിക്സ് ചെയ്യും, എന്നാൽ ആ ഗോളിന് തടസ്സമാവുന്നതൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ശീലിക്കുകയാണ്, നമ്മൾ പോലും അറിയാണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ഇങ്ങനെ ആസ്വദിക്കുകയും ചെയ്യും, അടിപൊളിയായിട്ട് നമ്മളെ ലൈഫ് ആസ്വദിച്ച് പോവുകയും ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്തത്. അവർക്ക് ആ ഒരു ആസ്വാദനം തോന്നിയുകൊണ്ട് അവർ എന്നോട് പറഞ്ഞത്. ഒരേ സമയം ലൈഫ് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് പോവുകയും ചെയ്യും, എന്നാൽ ഗോളിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പോവില്ല. ഇന്നത്തെ കാലത്ത് കണ്ടോണം, ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് പിള്ളേരെ നമ്മൾ കോളേജ് കൊണ്ട് ചേർക്കണേ. ഒരു 80% 90% പ്ലസ് മാർക്ക് വേണമെന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അതിനൊക്കെ കൊണ്ട് ചേർക്കണം. അവിടെ ചെല്ലുന്ന നമ്മൾ പഠിക്കാൻ വേണ്ടിയേ പോണേ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്, അവർ രാഷ്ട്രീയത്തിൽ പോകും. ചിലർ രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ പഠിത്തം മറക്കും, ഫുൾ രാഷ്ട്രീയമായി. മാർക്ക് കിട്ടുമ്പോൾ 60 50 ഉള്ളൂ. അതെന്ത് അവർ ലക്ഷ്യത്തിൽ നിന്ന്, അവരുടെ ഗോളിൽ നിന്ന് ഫോക്കസ് മാറി വേറെ അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ പോയി. ഇതുപോലെ ചിലർക്ക് കലാകായിക മത്സരങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുണ്ട്, അതിൽ കലയിലും കായികയും ഇതിലൊക്കെ പോകും, പക്ഷേ അപ്പോൾ പഠിത്തത് കുറയും. പക്ഷെ നേരെ മറിച്ച് ഈ ഹാർട്ട്ഫുൾനെസ് സ്റ്റൈൽ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ഗോൾ ഫിക്സ് ചെയ്യും, ആ ഗോളിന് തടസ്സമാവാത്ത എന്ത് ഞാൻ ചെയ്യും. ഞാൻ എല്ലാം ആസ്വദിക്കുമ്പോഴേ എൻ്റെ ഫോക്കസ് ഗോളിൽ നിന്ന് പോവില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞങ്ങൾ ഇതിനകത്തുള്ള കുറേ ആൾക്കാരെല്ലാം കൂടെ ഞങ്ങൾ ടൂറിന് പോയൊരു സമയമുണ്ട്. അപ്പോൾ അതിനകത്തൊരു ചെക്കൻ, അപ്പോൾ അവന് തിരിച്ചു വരുമ്പോൾ മോഡൽ എക്സാം. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞ് അങ്കിളെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറഞ്ഞ അങ്കിളെ ഞാൻ വരാം, ഞാൻ എക്സാം ആണെന്ന് പറഞ്ഞു. കാരണം അമ്മയുടെ അച്ഛൻ്റെ പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ വരുന്നു എന്ന് പറഞ്ഞു. വരുന്നപ്പോൾ അവൻ 2 ബുക്കും കൂടെ എടുത്തോണ്ടാ വന്നേ. അപ്പം ഞാനാണ് ചോദിച്ചാൽ, മോനെ ഇവിടെ ഈ ടൂറിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബുക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല ഞങ്ങൾ ഇരിക്കട്ടെ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ആ ടൂറിൽ ഫുള്ള് ഈ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളെ എല്ലാവരും ആസ്വദിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്ത പയ്യനെ ഇവനാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടി ഇവന് ബുക്ക് എടുത്ത് വായിക്കും. തിരിച്ചു വരുമ്പോഴേ അവന് പ്രയാസമുള്ള 2 ബുക്ക് അവൻ എടുത്ത് വെച്ച് തിരിച്ചു വരുമ്പോൾ അവൻ പ്രിപ്പയർഡാണ്. അപ്പം അല്ല ഈ ടൂറിൽ പോയി ആ സ്ഥലങ്ങൾ മുഴുവൻ ആസ്വദിക്കുകയും കുളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെയും ചെയ്യുകയും ചെയ്യും. അവൻ്റെ മേജർ ഫോക്കസ് അവൻ്റെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല, എനിക്കിത് പഠിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ പഠിക്കുകയും ചെയ്തു, ഒപ്പം ഇതും കൂടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാത്തിലും വരും. അവന് രാഷ്ട്രീയത്തിൽ പോയാലും ഓക്കെ, കുഴപ്പമില്ല, പഠിക്കേണ്ട മറക്കില്ല, കളിക്കാൻ പോയാലും മറക്കില്ല. അവൻ്റെ മേജർ ഫോക്കസ് ഇത് നമ്മൾ ഇന്നത്തെ മിഷനിൽ ചേരുമ്പോഴേ കിട്ടുന്നൊരു ഐഡിയ ആണ്, ബേസിക് പ്രാക്ടീസ്. ആൻഡ് ദാറ്റ് ഹെൽപ്സ് യങ്സ്റ്റേഴ്സ്. ഇത് മാത്രം ചെയ്യല്ല, ഇങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ ആ ഫോക്കസിൽ തന്നെ നിൽക്കാൻ മൈൻഡ് ശീലിക്കുന്നതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ എന്തായാലും ലക്ഷ്യത്തിൽ നിന്ന് മാറില്ല. അത് എന്തൊക്കെ വേണം ചെയ്തോട്ടെ, അടിച്ചു പൊളിച്ചോട്ടെ, കളിച്ചോട്ടെ, എന്ത് വേണം ചെയ്തോട്ടെ, ലക്ഷ്യത്തിൽ നിന്ന് മാറില്ല നമുക്ക് കറക്റ്റായിട്ട് അറിയാം. സോ ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. ഇത്ര നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഒരുപാട് പിള്ളേരിൽ ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ നമ്മളുടെ ഒരു ഭാരതീയ സിസ്റ്റം നോക്കുമ്പോഴേ ധ്യാനം പരിശീലിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നോർമൽ ഗതിയിൽ ഒരു ഫാമിലി ലൈഫിനെ വിട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണല്ലോ കാണുക സാധാരണ എല്ലാത്തിലും. പക്ഷെ നമ്മളുടെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു എന്താ പറയുക, ഫാമിലിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യോഗി ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് നമ്മളെ പഠിപ്പിക്കണത്. എന്താണ് പ്രമോദേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താണെന്നറിയോ, അത് നമ്മൾ ഒരുപാട് സിസ്റ്റങ്ങളെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബേസിൽ ഹാർട്ട്ഫുൾനെസ്സിനെ കാണുമ്പോഴാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ ശരിക്കും മെഡിറ്റേഷൻ പഠിപ്പിക്കുകയല്ല ചെയ്യണം. ഒരുപാട് ടൂൾസിൽ ഒന്നാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. ഇപ്പോൾ നമ്മുടെ ഒരു കാര്യത്തിൽ ഫോക്കസ് നിലനിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഈ മെഡിറ്റേഷനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യണം. ഇതുപോലെ വേറെ സിസ്റ്റം ഉണ്ട്, ക്ലീനിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ ഇപ്പോൾ ആങ്കറൊക്കെ എനിക്കുണ്ട്, ആങ്കർ ഡിറ്റോക്സ് ചെയ്യണം, അതിനുള്ള ടൂൾസ് ഉണ്ട് അതിനകത്ത്, അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നിൽ വേറെ എന്തെങ്കിലും എന്നിലൊരു നെഗറ്റീവ് ഫീലിംഗ്, ഇപ്പോൾ ദേഷ്യം പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ടെക്നിക്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്.
ഇതെല്ലാം ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ടായിരുന്നത്, നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ടെക്നിക്കുകളെയൊക്കെ സയൻറ്റിഫിക്കലായിട്ട് ഇവിടെ യൂസ് ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യാൻ പഠിപ്പിക്കലല്ല, ഓക്കെ. അവന് ലൈഫ് എൻജോയ് ചെയ്യാൻ, ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ നമുക്ക് ആക്ച്വലി ട്രെയിനിങ് കിട്ടുന്നത്. അതിൽ മെഡിറ്റേഷനും ക്ലീനിങ്ങും അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. ഓക്കെ. ആ ടൂൾസാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ശരി. പഴയ കാലം ഇപ്പം ദിവ്യ ചോദിച്ചെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനിൽ പോകുമ്പോൾ മറ്റേത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നാണ്. ഇവിടെ മെഡിറ്റേഷനിലല്ല പോണേ, ശരി. അതിന് ലൈഫ് എങ്ങനെ ആസ്വദിച്ച് ജീവിക്കാം, ഒപ്പം ഗോൾ ഫിക്സ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാമെന്നാണ് ഇവിടെ ട്രെയിൻ ചെയ്യണേ. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു ടൂൾ മാത്രമാണ്. അങ്ങനെ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. വെറുതെ നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂടെ പോവുകയല്ല, നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്, ലൈഫ് പഠിക്കാനാണ് പോണേ. മെഡിറ്റേഷൻ പഠിക്കാനും അല്ല പോണേ, ലൈഫ് എങ്ങനെ ആസ്വദിച്ച് ജീവിക്കാമെന്ന് പഠിക്കാനാണ് ആക്ച്വലി നമ്മൾ പോണേ. അത് നമ്മൾ പഠിക്കും. അതിന് ഇതൊക്കെ ടൂൾസായിട്ട് യൂസ് ചെയ്യാം. ഹൃദയം കൊണ്ട് ജീവിക്കുക, എങ്ങനെ ഹൃദയം കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഹൃദയം കൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ച്വലി വേണമെന്നറിയോ? ശരിക്കും ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ ബേസ്, ഇതൊരു സ്പിരിച്വൽ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. ഇത് സ്പിരിച്വൽ ബേസ് ഉള്ള സിസ്റ്റമാണ്. ബേസ് സ്പിരിച്വാലിറ്റി. സി വൈസ് ഇറ്റ്സ് ഓ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കൂട്ടത്തിൽ, കുട്ടികൾക്കും വലിയവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണോ അത് സ്നേഹത്തോടെ ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ബേബി. ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ഒരു ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്, നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സ്നേഹത്തോടെ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലേ? ഫിസിക്സ് നമ്മളല്ലേ, എനിക്ക് ആ പണ്ട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ്, പക്ഷേ പിന്നീട് ഫിസിക്സിനോട് നമുക്ക് സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് അതിനോടൊരു സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തോടെ നമ്മൾ വിഷയം പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇപ്പം നമ്മൾ കുക്കിംഗ് ചെയ്യണം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് വീട്ടിൽ ഇഷ്ടമുള്ളവരാരെങ്കിലും വരുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടമല്ലാത്തൊരാരെങ്കിലും വരികയാണെങ്കിൽ ഇതേ മല്ലിപ്പൊടി മുളക് പൊടി യൂസ് ചെയ്താലും ആ ടേസ്റ്റ് കിട്ടില്ല. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ സ്നേഹം എന്നൊരു ഫീൽ വരുമ്പോൾ നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ കൂടുകയാണ്. ഓരോരുത്തർ പറഞ്ഞാൽ ഈ മല്ലിയുടെ മുളകിൻ്റെ ഉൾപ്പെടെ ക്വാളിറ്റി കൂടുകയാണ്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ സ്നേഹത്തോടെ അത് ചെയ്യാനുള്ള പരിശീലനം നമുക്കറിയാണ്ട് ഇതിനകത്ത് കിട്ടും. അതുകൊണ്ടാണ് സ്പിരിച്വൽ ബേസ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലവ് ബേസ്ഡ് എന്നാണ് എൻ്റെ ശരിക്കും ആക്ച്വൽ മീനിങ്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, അത് ജോലി ആയാലും ശരി, തൊഴിലായാലും ശരി. ഇനിയിപ്പോൾ നാളെ ഞാനൊരു മാരീഡ് ലൈഫിലോട്ട് പോകുമ്പോൾ, കുട്ടികൾ കുറേ നാൾ കഴിഞ്ഞ് മാരീഡ് ലൈഫിലോട്ട് പോകുമ്പോൾ അതിനെയും ഒരു ലവ് ബേസ്ഡ് ആയിട്ട് കാണാൻ കുട്ടികൾ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ലവ് ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊരു സ്പിരിച്വൽ സിസ്റ്റം അല്ലെങ്കിൽ സ്പിരിച്വൽ ബേസ് ഉള്ള സിസ്റ്റം ആണെന്ന് പറയുന്നത്. നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ് അവേ ഫ്രം അവർ സിസ്റ്റം ഓർ ലിവിങ് സ്റ്റൈൽ. സ്പിരിച്വാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദ ലവ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സിസ്റ്റം. അതാണ് കാര്യം. ഇറ്റ് ഈസ് എ ലവ് ബേസ്ഡ് ലൈഫ് സ്റ്റൈൽ. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടായിരിക്കുമല്ലേ നമ്മുടെ ടാഗ് ലൈനും ഹാർട്ട്ഫുൾനെസ്, അഡ്വാൻസിങ് ഇൻ ലവ്. ശരിയാണ്, അഡ്വാൻസിങ് ഇൻ ലവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഹാർട്ട്ഫുൾനെസ് എഴുതിയിട്ട് അതിൻ്റെ താഴെ അഡ്വാൻസിങ് ഇൻ ലവ് എന്ന് എഴുതിയിരിക്കും. എല്ലാവരുടെ മനുഷ്യരുടെ ഉള്ളിലും സ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ് റിയൽ ലവ് എന്ന് പഠിപ്പിക്കാനുള്ള സിസ്റ്റംസ് ഇല്ല. നമ്മൾ അതാരും പഠിപ്പിക്കണില്ല. അപ്പോൾ പലപ്പോഴും ഈവൻ പാരൻസ് കൂടി കുട്ടികളെ സ്നേഹിക്കുമ്പോൾ, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ വളർന്നിട്ട് നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ പ്യുവർ ലവ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റങ്ങളിലൊക്കെ കണ്ടുള്ളത് പ്യുവർ ലവ്, ദ എസൻസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ നമ്മൾ പല തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ ഒരുപാട് നിറഞ്ഞിരിക്കുന്ന സ്നേഹം. ഇപ്പം ഞാനൊരാളെ സ്നേഹിച്ചു, അയാളെന്നെ തിരിച്ച് സ്നേഹിക്കണം, തിരിച്ച് സ്നേഹിച്ചില്ലേ ഉടനെ വിഷമം. അതെന്താ, ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് സ്നേഹിക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇല്ലേ? അപ്പോൾ ആഗ്രഹങ്ങളില്ലാണ്ട് സ്നേഹിക്കുന്നതിനാണ് ദ പ്യുവർ ഡിവൈൻ ലവ് എന്നൊക്കെ പറയുന്നത്. ഒരാഗ്രഹം ഉണ്ടാവരുത്. അപ്പോൾ ഒരു പ്യുവർ ലവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവില്ല. നമ്മൾ സ്നേഹിക്കണം, വ്യക്തിയായാലും ശരി, അച്ഛനെ സ്നേഹിക്കണോ, അമ്മയെ സ്നേഹിക്കണോ, എല്ലാവരും നമ്മൾ സ്നേഹിക്കണം, നാളെ മക്കളെ സ്നേഹിക്കണം, ഫ്രണ്ട്സിനെ സ്നേഹിക്കണം. ഇവർ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്, അപ്പോൾ ആ ആഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ലൈഫിൽ നിന്ന്, മീൻസ് ആഗ്രഹങ്ങളോടെ നമ്മൾ സ്നേഹിക്കുന്ന പ്രോസസ്സിൽ നിന്ന് ഒരാഗ്രഹവുമില്ലാണ്ട് ഞാനൊരാളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നത് വെച്ചാൽ ബിക്കോസ് എനിക്ക് സ്നേഹമാണ്, അത്രയേ ഉള്ളൂ. ഒരു റീസൺസ് ഒന്നും ഇല്ലാണ്ട് സ്നേഹിക്കാൻ വരുന്നൊരു തലത്തിലേക്ക് നമ്മൾ മാറും. ഇതെല്ലാം സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന് പല മുഖങ്ങളാണ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ലവിൽ നിന്ന്, മീൻസ് ആഗ്രഹങ്ങളുള്ള ലവിൽ നിന്ന് നമ്മൾ പതുക്കെ അഡ്വാൻസ് ചെയ്തിട്ട് ആഗ്രഹങ്ങൾ കുറഞ്ഞ് ഒരു ലവ് എന്നുള്ള കണക്കിൽ പോകും. ആഗ്രഹങ്ങൾ കുറഞ്ഞ് വരും തോറും മീൻസ് നമ്മൾ വി ആർ അഡ്വാൻസിങ് ഇൻ ലവ് ആണ്. അങ്ങനെ പോയി ലവിൻ്റെ അറ്റ്മോസ്റ്റ് ഒരു തലത്തിൽ നമ്മളെത്തും.
അപ്പോൾ അവിടെ നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നത് എന്തിനെങ്കിലും വേണ്ടിയല്ല, ശരി. അത് നമുക്ക് സ്നേഹമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏത് തലത്തിൽ നിന്നായാലും ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുന്ന ഇതൊരിക്കലും തീരത്തില്ല, നമ്മളിങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ടാഗ് ലൈൻ എപ്പോഴും അഡ്വാൻസിങ് ഇൻ ലവ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഹാർട്ട് ഫോർ എസലോട്ട് നമ്മൾ കാലത്ത് വെക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഈ ലവിൻ്റെ ആയിരിക്കും. അത് നമ്മൾ ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ. എക്കാലവും. അത് പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ 23 വർഷം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും നമുക്കറിയാം ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ലവിൻ്റെ സ്റ്റേജർ മാറിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഏബിൾ ടു ലവ് മോർ പീപ്പിൾ, വി ആർ ഏബിൾ ടു ലവ് മോർ വർക്ക്. ജോലി ചെയ്യുന്നതിന് ഇഷ്ടപ്പെടും, ആൾക്കാരായിട്ട് ഇടപഴകുന്നതിന് ഇഷ്ടപ്പെടുന്നു. എന്തിനെ ഇഷ്ടപ്പെട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻ എ വേ ഇറ്റ്സ് അഡ്വാൻസിങ് ഇൻ ലവ് തന്നെയാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടാഗ് ലൈൻ ടു. ഓക്കെ. ഇനി പ്രമോദേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ 2 മാസ്റ്റേഴ്സിൻ്റെയും കാലഘട്ടത്തിൽ അല്ലേ, അതായത് ചാരിജി മാസ്റ്ററുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ദാജിയുടെ ഒപ്പം. എന്താണ് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. പക്ഷെ ഞാൻ ഈ 2 മാസ്റ്റേഴ്സിൽ നോക്കിക്കണ്ട ചില വ്യത്യാസങ്ങൾ, ഇല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്. ചാരിജി മാസ്റ്റർ കുറച്ചധികം പേഴ്സണൽ ഇൻട്രസ്റ്റ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും തരുമായിരുന്നു. അത് മിഷൻ ഇത്രയും വളർന്നിട്ടില്ല. 160 രാജ്യങ്ങളിലുണ്ടെങ്കിൽ കൂടി ഇത്രയും നമ്പേഴ്സ് ഇല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയും തോറും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഓരോ നാട്ടിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മാസ്റ്റർ എന്ന് പറയുന്നത് ദാജിക്ക് അങ്ങനെ പേഴ്സണൽ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. പക്ഷേ ദാജി ഇപ്പോൾ പറയണേ, ഇപ്പോഴത്തെ ഗുരു പറയണേ, ദർ ഷുഡ് ബി എ സയൻറ്റിഫിക് ബേസ്. നമ്മൾ ഏതൊരു കാര്യം ആരോട് പറഞ്ഞാലും ശരി, അന്ധമായി ഒന്നും വിശ്വസിക്കാൻ ആരോടും പറയരുത്. പണ്ടേ മാസ്റ്റേഴ്സ് പറയണ്ടെങ്കിലും ഇപ്പോഴത്തെ ദാജി പറയണത് അന്ധമായിട്ടൊന്നും വിശ്വസിക്കാൻ പറയരുത്. ബിലീഫ് എന്നൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഹൃദയത്തിൽ ഡിവൈൻ ലൈറ്റ് ഉണ്ട്, ഇതാണ് നമ്മൾ ആദ്യം പറയണത്. അല്ലെങ്കിൽ എൻ്റെ ഇന്നർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഗോഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ശരി, യു എക്സ്പീരിയൻസ് യുവർ സെൽഫ്. ഇപ്പോൾ ഈ പറയുന്ന സിസ്റ്റത്തിൽ ഇങ്ങനെ ഇത്രയും പൊട്ടൻഷ്യൽസ് ഉണ്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത്, ഡോണ്ട് ബിലീവ് ഇറ്റ്, യു എക്സ്പീരിയൻസ് ഇറ്റ്. ഇതിനകത്തുള്ള കുറച്ച് ദിവസം ട്രെയിൻ ചെയ്ത് നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഉറപ്പ് എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ എക്സ്പീരിയൻസിലൂടെ പറയുന്നു എന്നുള്ളൊരു ഒരു പ്രത്യേകത ഇപ്പോഴത്തെ മാസ്റ്റർ കൂടുതലായിട്ട് പറയുന്നത്. ആൾ സയൻറ്റിഫിക് ടെമ്പർമെൻ്റാണ് കൂടുതൽ. നേരത്തെ ചോദിച്ചില്ലേ ഇതിന് മുൻ, ചാരിജി മാസ്റ്റർ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇൻ്റർപേഴ്സണൽ ഒരു റിലേഷൻഷിപ്പിനാൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ ആ സമയത്ത് ചേർന്ന ആൾക്കാർ, മിഷനിലുണ്ടായിരുന്ന ആൾക്കാർക്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാസ്റ്ററായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കരമാണ്. അങ്ങനെ ഒരു ഡിഫറൻസ് പറയാൻ പറ്റില്ല കേട്ടോ, എന്നാലും സംതിങ് നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് അല്ലേ. രണ്ട് തലത്തിൽ ഗ്രേറ്റ്, 2 തരത്തിലുള്ള സ്നേഹമാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. 2 തരത്തിലുള്ള സ്നേഹമാണ്. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും, അതായത് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തതുകൊണ്ട് ത്രൂ ഔട്ട് മൈ ലൈഫ് എനിക്ക് എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്തതെന്നോ, അല്ലെങ്കിൽ ഇതിൽ ചേരുന്ന യൂത്ത്സിനോട് ഇതിൽ ചേരുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫിനെ എങ്ങനെ ഇല്ല, ഞാനൊരു സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് ഒരു സിസ്റ്റമാണെന്നും ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തു, ഞാൻ മെമ്പറാണെന്നും അങ്ങനെ ഒരു ഐഡിയ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പണ്ട് ഈ നാട്ടിലെ ഒരു പ്രജയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജനിച്ചൊരു മനുഷ്യനാണ്, ഞാൻ ജീവിക്കണം, ഇപ്പോഴും ഞാൻ ജീവിക്കണം. പക്ഷേ ആ ലൈഫിന് കുറച്ച് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഇടപഴകിയത് കൊണ്ട് സാധിച്ചു. പറഞ്ഞില്ല, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ആക്ച്വലി, നിസ്വാർത്ഥമായ സഹകരമുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീസൊന്നും വാങ്ങിക്കാണ്ട് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ റീസൺ അതാണ്. എല്ലാവർക്കും സേവനം ചെയ്യണം എന്നുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളർന്ന് ഞങ്ങൾക്ക് ഒരുപാടൊക്കെ നേട്ടങ്ങളുണ്ടായി, ഒരുപാട് അറിവുകളുണ്ടായി. ഇത് നമുക്ക് മാത്രം വെച്ചിട്ടുള്ളൊരു കാര്യമില്ല, ഇതെല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയതാണ് ഈശ്വരാനുഗ്രഹം, ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ശരി, അതാണ് എൻ്റെ ഹൈറ്റ്. അല്ലാണ്ട് ഞാനൊരു സിസ്റ്റത്തിലാണെന്നോ ഇതൊരു സിസ്റ്റമാണെന്നോ കൂടി എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. പേരൊക്കെ ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ നെയിമൊക്കെ ഉണ്ടെങ്കിലും ദിസ് ഇസ് ദ ലൈഫ് സ്റ്റൈൽ. ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം ജീവിക്കണം, ഹൈ തിങ്കിങ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരോടൊപ്പം നമ്മൾ അടിച്ചൊളിച്ച് ജീവിക്കണം. നമുക്കറിയാം കുറേ നമ്മൾ ജോയിൻ ചെയ്ത സമയത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, കൊച്ചുകുട്ടികൾ ജനിക്കുമ്പോൾ പോലും തന്നെ ഈ ഒരു ഭാഗ്യം അനുഭവിക്കുന്നവരുണ്ട്
അല്ലേ ഈ ഒരു സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്ക് വരാൻ പറ്റുന്നതായ കുറേ കുട്ടികളുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടാവുമല്ലോ. അവരോട് പ്രമോദേട്ടന് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആ. കാരണം ഇവിടെ കിട്ടുന്ന എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു ഫംഗ്ഷന് അവർ പോയിട്ട് അവിടെ നിന്ന് കളിക്കുമ്പോൾ ഞങ്ങൾ മെഡിറ്റേഷൻ ട്രെയിനിങ്ങിന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ അങ്ങനെ പോകുമ്പോൾ എൻ്റെ മോൻ അവിടെ ഇരുന്ന് അപ്പുറത്ത് കളിക്കുന്നത് കൊച്ചുകുട്ടിയാണ്, 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ളൂ. കുറേ കുട്ടികളുടെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരുമ്പോൾ ഇവൻ വേറൊരു കൊച്ചു ചെക്കനായിട്ടെടുത്ത് ഭയങ്കര കളി. ഇവരുമേ എന്തൊക്കെയോ മലയാളം ഒന്നും അല്ല ആ ചെക്കന്മാരാണ്, വേറെ ഭാഷ പറഞ്ഞാൽ ഇവർ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കുഞ്ഞാണ് എൻ്റെ മോനെ. ഇതിലെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ പാരൻസ് വന്നു, അല്ല അപ്പൂപ്പന വന്ന്. ഈ അപ്പൂപ്പൻ വന്ന് കൊച്ചിനെ എടുത്ത് പോയപ്പം അവർ എൻ്റെ മോനോട് പോലെ കളിക്കുന്നത്. അപ്പം അവൻ്റെ പാരൻ്റ് രീതിയിൽ തന്നെ ഞങ്ങൾ സംസാരിച്ചു. ഇയാളെന്ന് പറഞ്ഞാൽ കർണാടകയുടെ DGP ആണ്. ഓക്കെ, കർണാടകയുടെ DGPയുടെ കൊച്ചുമോനോട്ടാണ് എൻ്റെ മോനത് കളിക്കണേ. ശരി. ഇതുപോലെ സിസ്റ്റത്തിൽ ഒന്നിലും നടക്കില്ല. ഓക്കെ. കുട്ടികൾക്ക് ഭാഷ പോലെ അവർ അത്രയും ടേംസായി. അങ്ങനെ ഞങ്ങൾ കൈ കൊടുത്തു, സംസാരിച്ചു. അതിപ്പം ആളുമായിട്ട് ഞങ്ങൾ ഭയങ്കര ടേംസായി. കാരണം അങ്ങനെ ഒരു എക്സ്പോഷർ എനിക്കിട്ട് മോൻ്റെ കളിക്കാരനാണ്. ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റുപാടുള്ളത്. സോ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരായിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസും കപ്പാസിറ്റീസും ഉള്ള ആൾക്കാരായിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടാൻ നമ്മളും നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇങ്ങനെയുള്ള കുറച്ച് ഹാർട്ട്ഫുൾനെസ് പോലുള്ള സിസ്റ്റത്തിലൊക്കെ ഉണ്ടാവണം എന്നാണ് ഒരു റിക്വസ്റ്റ് എനിക്കുള്ളത്. അതായത് നമ്മളുടെ ക്വാളിറ്റീസ് തിരിച്ചറിയാനും മറ്റുള്ളവരുടെ Really. ക്വാളിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും അത് നമ്മുടേതാക്കി എടുക്കാനും വലിയൊരു എക്സ്പോഷർ കിട്ടാനും. എന്താ പറയുക, എക്സ്പോഷർ ഇല്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന കുറച്ച് മേഖല, ഇപ്പം നമുക്കറിയാൻ ഒരുപാട് തൊഴിൽ മേഖലകൾ ഈ ലോകത്തിലുണ്ട്, ഒരുപാട് ബിസിനസ് മേഖലകൾ ഈ ലോകത്തിലുണ്ട്. ഇപ്പോഴും നമുക്കറിയാത്ത കുറേ ഉണ്ട്. നമ്മൾ ഇത്തരം ആൾക്കാരുടെ ഇങ്ങനെ ബിസിനസ് ഉണ്ടല്ലേ, നമ്മൾ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനും അതിലോട്ട് എത്തിപ്പെടാനും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ നന്നായി ചിന്തിക്കാനും ഈ ലോകത്തെ കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊരു യങ് ഏജിൽ ശരിക്കും അവരെ ഈ ഹാർട്ട്ഫുൾനെസ് പോലുള്ള സിസ്റ്റങ്ങളിലേക്ക് അവർ കൊണ്ടുവരണം. ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അവരെ പഠിപ്പിക്കണം. എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും ഒരുപോലെ കാണാനും രസമാണ് അല്ലേ. ഒന്നുമല്ലായിരുന്നു ഞങ്ങൾ നോർമൽ ലൈഫൊക്കെ ജീവിച്ചു പോകുന്ന നമ്മളും നേരെ റോയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടിരുന്ന ഒരാളും ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിന് സംസാരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായില്ലേ. അങ്ങനെ ഒരു വേർതിരിവില്ല, വലിപ്പിച്ചെറുപ്പങ്ങളില്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും മനുഷ്യരാണെന്ന് ആ ഒരു തിരിച്ചറിവൊക്കെ നമ്മുടെ ഉള്ളിലുള്ള. ഇതിന് പ്രത്യേകം ട്രെയിനിങ്ങിൻ്റെ പോലും ആവശ്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അറിയാണ്ട് വരും, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും സ്നേഹിക്കണം, നമ്മൾ അങ്ങനെയാണ്. അറിയാണ്ട് ഉള്ളിലുണ്ടാകുന്നൊരു ആനന്ദം. ശരിക്കും ഉള്ളിലുള്ള സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആനന്ദം കൂടുതലായിട്ടുണ്ടാവണേ. ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യും ദിസ് എ ട്രൂ വേൾഡ്. മനുഷ്യന്മാർ പ്രകടിപ്പിക്കുന്ന സത്യം നാച്ചുറലായിട്ട് ഇപ്പോൾ അവർ നമ്മളോട് നിഷ്കളങ്കമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നു. അല്ല വലിപ്പച്ചെറുപ്പങ്ങളില്ല, ഒരു വ്യത്യാസങ്ങളില്ല. ആ ഒരു വേർതിരിവുകൾ മനുഷ്യന്മാർ തമ്മിൽ ഇല്ലാണ്ട് വരുമ്പോഴേ നമ്മുടെ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് വളരും. നമ്മുടെ ട്രൂ നേച്ചറിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കണം. റിയലി നമ്മുടെ ട്രൂ നേച്ചർ ഹാപ്പിനെസ്സിൻ്റെ ഒരു മൂഡാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ഹാപ്പി ആയിട്ട് ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ചെയ്യണം. ഇറ്റ്സ് സംതിങ് ബ്യൂട്ടിഫുൾ. അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇടുങ്ങിയ മനസ്ഥിതി. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് ഓർത്തേട്ടാ. വൺ ഓഫ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദി സിസ്റ്റം, ഒരു റിലീജിയസ് ഡോഗ്മാസ് ഒന്നുമില്ല. ഒന്നെങ്കിൽ ധ്യാനം പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ക്രിസ്ത്യൻ ശൈലിയിൽ ഉള്ള ധ്യാനം, ഇല്ലെങ്കിൽ ഒരു ഹിന്ദു ശൈലിയിലുള്ള ധ്യാനം, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയസ് ഡോഗ്മാസിന് അത് വരുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ പല ലോകത്തുള്ള പല സിസ്റ്റംസ് എടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു റിലീജിയസ് ഡോഗ്മാസ് എന്തെങ്കിലുമൊക്കെ അതുണ്ടോ. വിളക്കെത്തിക്കലോ, പ്രാർത്ഥിക്കലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ശൈലി പിന്തുടരലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ ഇതൊന്നും ഇല്ല. കാരണം ഇതൊരു റിലീജിയസ് ബേസ്ഡ് അല്ല. ഇത് എല്ലാത്തരം ആൾക്കാർക്കും ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഇതിൻ്റെ ബേസിക് തന്നെ പറയുന്നത് നമ്മുടെ ഇന്നറിൽ പൊട്ടൻഷ്യലുണ്ട്. അതിനെ നിങ്ങൾ ഒരു ഡിവൈനായിട്ടാണ് ഉള്ളിലുള്ളതെന്ന് വിശ്വസിച്ചോളാം പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ആകർഷിച്ച സാധനമാണത്. അപ്പോൾ ഡിവൈൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരു മുസ്ലിം സിസ്റ്റത്തിൽ എടുത്തു കഴിഞ്ഞാൽ നൂർ ഇല്ലാഹി എന്നാണ് പറയുന്നത്. നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചം, വെളിച്ചത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന അള്ളാഹു, ഇറ്റ് മീൻസ് ഈശ്വരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറുപ്പം മുതൽ ജനിച്ചിട്ട് മുസ്ലിം കസ്റ്റത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ടിരുന്ന് നൂർ ഇല്ലാഹി എന്നവന് വിചാരിക്കാം. അല്ലെ, ഹൃദയത്തിൽ ഈശ്വരൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വേറൊരു റിലീജിയസ് ഡോഗ്മാസ് ഇല്ല. നീ നമസ്കരിക്കണമെന്നോ നീ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും പറയാനില്ല. അതുപോലെ ഒരു ക്രിസ്ത്യൻ ബേസിൽ വളർന്നു വന്നൊരു കുട്ടിയാണെന്ന് ഇരിക്കട്ടെ,
അവനോട് വരുമ്പോൾ ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പടങ്ങളൊക്കെ കണ്ടു വളർന്ന പിള്ളേർക്ക് അറിയാം, ഹൃദയത്തിൽ വെളിച്ചമാണ് കാണിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതെ. സോ സ്വർഗസ്ഥനായ പിതാവ് എന്ന ആക്ച്വലി ക്രിസ്ത്യൻ ബിലീഫിലുള്ളത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്, ഹൃദയത്തിലിരിക്കുന്ന ആ പിതാവ് എന്നുള്ള മീനിങ്ങാണ്. ഉം. അപ്പോൾ ഏത് റിലീജിയസ് സിസ്റ്റത്തിൽ നിങ്ങൾ വളർന്നു വന്നാലും ശരി, നമ്മുടെ ആ സിസ്റ്റം ഒന്നും മാറ്റാണ്ട് ഉം. എല്ലാവർക്കും ഉം. ഏത് തരത്തിലുള്ള ആൾക്കാർക്കും പറ്റിയൊരു സിസ്റ്റം. അപ്പോൾ റിലീജിയസ് ഡോഗ്മാസ് ഇല്ല എന്ന് പറയുന്നത് ഈ ഹാർട്ട്ഫുള്ളതിൻ്റെ വലിയൊരു ഓക്കെ. കാര്യമാണ്. കാരണം അല്ല നോർമലി സ്പിരിച്വൽ എന്ന് പറയുന്ന സിസ്റ്റംസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു റിലീജിയനായിട്ട് കുറച്ച് അടുപ്പൊക്കെ ഉണ്ട്. ഇത് അങ്ങനൊന്നും ഇല്ല. ഓക്കെ. സംതിങ് ഗ്രേറ്റ്. എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു ഫീലിംഗ്. ശരിക്കും അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടത് അത്യാവശ്യം. ദാറ്റ്സ് എ പ്ലസ്. ഓക്കെ. ഇനി ഇത് അനീഷ്. ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റെഗുലറായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടുത്തെ 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഉം. അധ്യാപകർ തമ്മിൽ അവർ നമുക്ക് കാണുമ്പോൾ പറയണേ, ഇവരെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സെഷൻസ് എടുക്കാൻ വിളിക്കുന്നതിൻ്റെ റീസൺ, ഉം. നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് ടൈപ്പ് പിള്ളേരുണ്ട്, എല്ലാ റീജിയനിൽ വരുന്നവരുണ്ട്. എല്ലാവർക്കും പറ്റുന്നൊരു സിസ്റ്റമാണ്. ഇവർ ഏതെങ്കിലും ഒരു ചായ കൊണ്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവരെ നമുക്ക് വിളിക്കാൻ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവരെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ഓക്കെ. ഒരു നമ്മൾ കോളേജിലൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയും ഉം. അപ്പോൾ റെഗുലറായിട്ട് കുട്ടികൾക്ക് ഈ സെഷൻസ് കൊടുക്കാൻ പറയും. ഉം. കാരണം എക്സാംസ് ഒക്കെ വരുമ്പോൾ അല്ലേ കാണിച്ചുള്ള അങ്ങനെ കുറച്ച് 1-2 സ്കൂൾസിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒരു 3 മാസം മുന്നേ എല്ലാ വർഷവും നമ്മളെ വിളിക്കും. ഓക്കെ. ഞങ്ങളതൊരു 3 മാസം അടുപ്പിച്ച് വീക്കിലി വൺസ് വെച്ചിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ്സ് കൊടുക്കും. അപ്പോൾ മോട്ടിവേഷണൽ ക്ലാസ്സുകളുണ്ടാവും. കാരണം ഒരു സെഷൻ നമുക്ക് റിസർച്ച് ടീമുണ്ട്, അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് പരീക്ഷ പേടിയില്ല. ആ. അപ്പോൾ അവർ 3 മാസം പോലും ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പോലും പരീക്ഷ പേടിയില്ല ഉണ്ടാവണം. അവർക്ക് ഞങ്ങളും കൂടെ കോൺഫിഡൻസ് ഹയർ ആവുന്നുവെങ്കിൽ റെഗുലറായിട്ട് ഇതിൽ പോകുന്ന പിള്ളേർക്കൊക്കെ എന്തായിരിക്കും കോൺഫിഡൻസ്. അതെ. ഇനി നമ്മുടെ കൻഹ കാസ്റ്റിലൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഓക്കെ. മനുഷ്യരെല്ലാവരും ഒന്നാണ്. എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത് ഒരേ ചൈതന്യമാണ്. അത് നമ്മൾ ദൈവം എന്ന് വിളിച്ചാലും ശരി, വേറെ എന്തെങ്കിലും വിളിച്ചാലും ശരി, നമ്മുടെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഓക്കെ. ആ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും കീഴടക്കാം. ഓക്കെ. അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവട്ടെ. കൂടുതൽ യങ്സ്റ്റേഴ്സിനെ അവരുടെ പാരൻസ് ഇതിലോട്ട് വിടട്ടെ, പ്രൊമോട്ട് ചെയ്യട്ടെ. ഒപ്പം പാരൻസും വരട്ടെ. അപ്പോൾ അവർക്ക് അറിയാം ഇവിടെ എന്തൊക്കെ നടക്കുന്നറിയാം. അങ്ങനെ കുട്ടികൾക്ക് ഒരു ഗ്രേറ്റ് എക്സ്പോഷർ കിട്ടണം. ഓക്കെ. അവർ നല്ല പൗരന്മാരായി ജീവിക്കണം, നല്ല മക്കളായി ജീവിക്കണം. അതിനൊക്കെയുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി. സോ ഇത് ആൾക്കാർ തിരിച്ചറിയുമെന്നും കൂടുതൽ ആൾക്കാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമെന്നും നമ്മുടെ മക്കളിലോട്ട് ഇടുമ്പോൾ നമ്മളതിനകത്ത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പരീക്ഷിച്ചറിയട്ടെ. നമ്മൾ മുൻകൂട്ടി ഒന്നും പറയാനില്ല. ബട്ട് യു ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട്. മാറി നിന്നിട്ട് ദൂരെ നിന്നിട്ട് ഇതെന്താണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതെന്താണെന്ന് അറിഞ്ഞു നോക്ക്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇറ്റ് സോ സിമ്പിൾ. ഇത്രയും ഗ്രേറ്റ് സിസ്റ്റംസ് ഒക്കെ ഈ ലോകത്തിലുണ്ടായിട്ട് നമ്മളെല്ലാം അകന്ന് നിൽക്കുന്നു പറയുന്ന എന്തോ ഒരു മണ്ടത്തരമല്ലേ എന്നൊരു ചിന്ത പലപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ. അത് കേട്ട് കഴിയുമ്പോൾ അവരൊന്ന് ജോയിൻ ചെയ്യും കേട്ടോ. ഫ്രണ്ട്സൊക്കെ എക്സ്പീരിയൻസ് നോക്കണം. നമുക്കൊന്ന് ഇപ്പോൾ ഏതെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് നമ്മളൊരു 1000 രൂപ കൊടുക്കുന്ന വെച്ചു, ഇല്ല 5000 റുപ്പീസ് കൊടുക്കുന്ന വെച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കാശ് പോയി എന്ന് പറയാം. ഇവിടെ 5 പൈസ ഇല്ല. എല്ലാം വളണ്ടിയേഴ്സാണ്. മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. അതുകൊണ്ടിട്ട് ഫീസുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് 100 രൂപ പോലും നഷ്ടപ്പെടാനില്ല. ഒരു കോഴ്സ് ഇപ്പോൾ ഏത് തരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ നമ്മൾ ചെയ്താലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. ചെയ്താലും ഒന്നിനും ഫീസില്ല. മീൻസ് അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചുറ്റുപാട് ഈ സിസ്റ്റംസ് ഉണ്ട്. 160 രാജ്യങ്ങളുണ്ട്. നമ്മുടെ തൊട്ടടുത്തൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ട്രെയിനേഴ്സ് ഉണ്ട്. എത്രയോ ട്രെയിനേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് എന്താ നമ്മൾ കാണാണ്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ലൈഫ് തന്നെ മാറും. നമ്മുടെ കുട്ടികളുടെ ലൈഫ് മാറുന്നു. നമ്മുടെ ഫാമിലി എന്ന രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. ഹയർ തിങ്കിങ് വരുന്നു. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. കുറച്ച് സമയം ഒരു വില്ലിങ്നെസ്സും മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ? സമയം ഒട്ടും വേണ്ട. കുറച്ച് സമയം ഒന്നും പറയാൻ പറ്റില്ല. ഒട്ടും സമയം വേണ്ട. നമ്മളിപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യണത്. ജീവിക്കുന്നതിന് കൂടി നമ്മൾ ഈ ടൂൾസ് നമ്മുടെ ലൈഫിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. എന്തെങ്കിലും എനിക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ ഡിറ്റോക്സ് വേണ്ടത്, എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അത് നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം ചെയ്തു വരണം.
ഇപ്പം ജിമ്മിൽ പോകണമെന്ന് ബോഡി ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം മാറ്റി വെക്കണം എന്നൊക്കെ പറയും. അത് മതി, ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യണ മാതിരി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്പെഷ്യൽ വേണ്ടി ഒന്നും നമ്മൾ മാറ്റി വെക്കുന്നില്ല. അത് ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്ന് ചെയ്തു നോക്കുമ്പോൾ ഇറ്റ്സ് സോ സിമ്പിൾ, ഇത്രേ ഉള്ളൂ അല്ലേ. പക്ഷേ റിസൾട്ട് ഇസ് ഗ്രേറ്റ്. ഇത്ര ചെറിയൊരു എൻ്റെ ഒരു മാറ്റത്തിൽ ഒരു മാറി തിങ്കിങ്ങിലൂടെ ഇത്രയും വലിയ റിസൾട്ട് എനിക്കും എൻ്റെ സൊസൈറ്റിക്കും കിട്ടുമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. വി ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ പരീക്ഷിച്ചുകൂടാന്നല്ലേ? എന്തുകൊണ്ട് പരീക്ഷിച്ച് നോക്കിക്കൂടാ? ഒരു നഷ്ടമില്ലല്ലോ. വൈ നോട്ട്? എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിന് ദിവ്യയ്ക്ക് താങ്ക്സ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിയതും ഈ സമൂഹത്തിന് ഗുണകരമായ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടെന്നൊക്കെ കൂടുതൽ ആൾക്കാർ അറിയുകയും കേൾക്കുകയും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുകയും ചെയ്ത് ഇറ്റ്സ് എ ഗുഡ് തിങ്. സോ താങ്ക് യു. താങ്ക് യു. ഈ കൻഹാ കാസ്റ്റിനും സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു.